നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ഫുഡ്, ഭയങ്കര നല്ല കാണാൻ ഭംഗിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു ഭക്ഷണം, നല്ല പോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുകയും ചെയ്യുക, ഒത്തിരി ന്യൂട്രിഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് കഴിച്ചുകൊണ്ട് വെയിറ്റ് റിഡക്ഷൻ ചെയ്തൂടെ? അങ്ങനെ ഒരു ഭക്ഷണത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് കിൻവ എന്നുള്ള പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മലയാളത്തിൽ പറയുമ്പോൾ നമ്മളതിന് കിനോവ എന്ന് പറയും. രണ്ടാണെങ്കിലും ഒന്ന് തന്നെയാണ്. അത്രയും അടിപൊളിയായ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള, ഒത്തിരി ന്യൂട്രിഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള, എസ്പെഷ്യലി പ്രോട്ടീൻ പ്രൊവൈഡർ ആയിട്ടുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള, ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡർ ആയിട്ടുള്ള, ഒത്തിരി മാഗ്നീഷ്യം പ്രൊവൈഡർ ആയിട്ടുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അതുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നമുക്കത് റെഗുലർ ഡയറ്റിൻ്റെ ഭാഗമാക്കി വെയിറ്റ് റിഡക്ഷന് കാരണമാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ പേഴ്സണൽ ക്ലയൻസിന് വേണ്ടി കൂടി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾക്ക് അങ്ങനെ പേഴ്സണൽ ക്ലയൻസ്, അങ്ങനെ യൂട്യൂബ് ക്ലയൻസ് എന്നൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, ചെയ്ത് നോക്കുക. നമുക്കൊരു ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ഫുഡാണ്. അപ്പം ഞാൻ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്, ഇത് എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമാണ്, എൻ്റെ ലഞ്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഫോളോ ചെയ്യുമല്ലോ അല്ലേ? കറക്റ്റായിട്ട് വാച്ച് ചെയ്തോളൂ കേട്ടോ. കിൻവ എന്താണെന്നോ അതിൻ്റെ സ്പെല്ലിംഗ് അറിയാത്തവർക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കിൻവയ്ക്ക് മലയാളവും കിൻവ എന്ന് തന്നെയാണ് ഞാൻ കണ്ടത്. വേറെ ആർക്കെങ്കിലും അതിൻ്റെ മലയാളം അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇട്ടേക്കണം കേട്ടോ. കിൻവ എന്ന് പറയുന്നത് നമ്മളൊരു ഹാഫ് കപ്പ് എടുക്കുകയാണെങ്കിൽ, ഹാഫ് കപ്പ് അപ്രോക്സിമേറ്റ്ലി 113 ഗ്രാംസ് ആണ്. ഡിപ്പെൻസ്, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും, എങ്കിലും ഒരു 100 ഗ്രാംസ് എന്ന് വെക്കൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രിഷൻ വാല്യൂ എന്താ, എത്രയാണ് അതിൻ്റെ കാലറി, എത്ര അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ബാക്കി ന്യൂട്രിഷൻ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള, അതായത് നിങ്ങളൊരു കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കിൻവ എന്ന് പറയുന്നത് ലഞ്ചിന് നല്ലൊരു ഓപ്ഷനാണ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ടല്ല, പക്ഷേ സ്കിന്നിന് വളരെ നല്ലതാണ് ഷുഗർ ഫ്രീ ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ ഷുഗർ ഫ്രീ ഡയറ്റ് എടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്ക് കിൻവ ലഞ്ചായിട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഷുഗർ പേഷ്യൻറ്റോ ഷുഗർ ഫ്രീ ഡയറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളോ ആണെങ്കിൽ തീർച്ചയായിട്ടും കിൻവ നല്ലൊരു ഓപ്ഷനാണ്. ഈസി ഡൈജഷൻ, അതായത് ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ബേർപ്പിംഗ്, ബ്ലോട്ടിംഗ്, അസിഡിറ്റി തുടങ്ങിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വിശ്വസിച്ചേക്കൂ, കിൻവ നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ നമുക്ക് ഈസിലി ഡൈജഷന് മാത്രമല്ല, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും കിൻവ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ കിൻവ ഈസ് എ കംപ്ലീറ്റ് ഒരു ന്യൂട്രിഷൻ പാക്കേജാണ്. അതിൽ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് ലോ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് കുക്ക് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിൻവ കൊണ്ടുള്ള ഒരു ഉച്ചഭക്ഷണം, അതാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഉച്ചഭക്ഷണം എന്ന് ഞാൻ പറയുന്നു എങ്കിലും നിങ്ങൾക്കത് ഈവനിങ് ഭക്ഷണമായിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിലും ഭയങ്കര ന്യൂട്രിഷൻ റിച്ചാണ്. ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്ത് കഴിക്കണം എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ഹാഫ് കപ്പ് കിൻവ എടുക്കുമ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 111 കാലറിയാണ് വരുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ചൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 150 കാലറിയിൽ നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കിൻവയിൽ ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. മോർ ഓവർ കിൻവ ഈസ് ഗ്ലൂട്ടൻ ഫ്രീ. ഇപ്പം നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ദോശയ്ക്ക് വേണ്ടി നമ്മൾ ഗോതമ്പ് എടുക്കുമ്പോഴും അതിൽ ചെറിയ അളവിൽ ഗ്ലൂട്ടൻ ഉണ്ട്. സ്റ്റാർച്ചി ആയിട്ട് നമുക്ക് തോന്നുന്നത്, പശപശപ്പ് തോന്നുന്ന എല്ലാ ഭക്ഷണത്തിലും ചെറിയ അളവിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഓട്സ് വാങ്ങിക്കുമ്പോൾ പറയാറുണ്ട് ഗ്ലൂട്ടൻ ഫ്രീ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഓട്സിൽ വരെ ഗ്ലൂട്ടൻ വന്നു തുടങ്ങി. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈസിലി ഡൈജഷന് സഹായിക്കും. ഷുഗർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരില്ല, കൊളസ്ട്രോൾ വരില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇൻറ്റസ്റ്റൈൻ നമ്മളോട് ഒരു താങ്ക്സ് പറയും, കാരണം ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡാണല്ലോ. അതുകൊണ്ട് തന്നെ കിൻവയിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, മാഗ്നീഷ്യം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടണം.
ഇനി സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് കിൻവയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് കഴിച്ചത്. നിങ്ങൾക്കിത് ഒത്തിരി സ്പൈസി അല്ലാതെയും ഉണ്ടാക്കി കഴിക്കാം, സ്പൈസി ആയിട്ട് കഴിക്കാം, കഞ്ഞി പോലെയും കഴിക്കാം, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഞാനിത് ലഞ്ചായിട്ട് എടുക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് കുറച്ചധികം ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ആ പ്രിപ്പറേഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഭക്ഷണമാക്കി ഞാനതിനെ മാറ്റിയതാണ്. അതും വളരെ കുറച്ച് ഓയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ ലോ കാലറി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ടൊമാറ്റോ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ ഓണിയൻ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പിനാച്ച് ആഡ് ചെയ്യാം, കോളിഫ്ലവർ, അതായത് നിങ്ങൾക്ക് തൈറോയിഡ് സംബന്ധമായിട്ടൊന്നും ഇഷ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒക്കെ ആഡ് ചെയ്യാം. തൈറോയിഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രൊക്കോളിയും കോളിഫ്ലവറും ആൻഡ് ക്യാബേജസും റിമൂവ് ചെയ്യണം, അതിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല. സോ ഇതൊക്കെ ലോ കാലറി വെജിറ്റബിൾസിൽ പെടുന്നതാണ്. ക്യാപ്സിക്കവും ഉപയോഗിക്കാം. അപ്പം ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് പൈനാപ്പിൾ കട്ടിങ്സ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പൈനാപ്പിൾ കട്ടിങ്സ് കൂടി ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഫോർ ടേസ്റ്റ്. ഇടയ്ക്ക് ഒരു സ്വീറ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി എണ്ണ എടുക്കുന്നത്, എപ്പം നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുമ്പോഴും വീട്ടിലാണെങ്കിലും ടീസ്പൂണിൽ അളന്നിട്ടാണ് എണ്ണ ഉപയോഗിക്കേണ്ടത്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ 2 ടീസ്പൂൺ എണ്ണയാണ് ഞാനിത് ഹോൾ ഇത്രയും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് അണിയൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഇച്ചിരി സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അടച്ച് വെക്കുന്നതിന് മുൻപ് അതിലോട്ട് ഇത്തിരി ഗരം മസാല ആഡ് ചെയ്യുന്നതും, നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനതിനൊരു ബിരിയാണി രൂപം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മസാലകൾ ആഡ് ചെയ്യാം. ടേസ്റ്റിന് വേണ്ടി ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നത് കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിരിക്കും. ഒത്തിരി ധാരാളമായിട്ട് എരിവ് കഴിക്കുന്നതും ഒത്തിരി ധാരാളമായിട്ട് ഉപ്പ് കഴിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും, വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാവും. അപ്പോൾ എന്ത് കഴിക്കുമ്പോഴും അച്ചാറ് കഴിക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക്, എന്ത് കഴിക്കുമ്പോഴും ധാരാളം സ്പൈസി ആയിട്ടേ ഞാൻ കഴിക്കുള്ളൂ എന്നൊന്നും വാശി പിടിക്കരുത്. അതൊന്നും ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ അതൊക്കെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ എന്താ വെയിറ്റ് കൂടുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരുപാട് എരിവ് കഴിക്കുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ ഒരുപാട് സോൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളാണെങ്കിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ തന്നെയാണ് ബോഡി കാണിക്കുക, വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ആ പൈനാപ്പിൾ കട്ടിങ്സ് കൂടി ഇടയ്ക്കൊന്ന് മധുരം കടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. അതായത് ഇത് അത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നൊരു ഭക്ഷണമാണ്. ഇതിലൊന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഓയിലൊക്കെ കൺട്രോൾഡ് ആണ് എന്നതൊഴിച്ചാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഭക്ഷണമാണ്. അതിനുശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കിൻവ അല്ലെങ്കിൽ കിനോവ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്കിതിൽ കുറച്ച് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് കരിവേപ്പില ചേർക്കാം, അതല്ലെങ്കിൽ മല്ലിയില ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പുതിന ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കിതിനെ എങ്ങനെ വേണമെങ്കിൽ ഭംഗി വരുത്താം. ബേ ലീഫ് ഇട്ടിട്ട്, ബേ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ലീഫ് കിട്ടില്ലേ, വയനയില എന്ന് നമ്മൾ നാട്ടിൽ പറയും, അതല്ലേ, രംഭയില, വയനയില ഇട്ടിട്ട് ഇതിന് ഫ്ലേവേഴ്സ് കൊടുക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ഹെൽത്തി ആക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് തന്നെയാണ്. അതൊക്കെ ചെയ്യാം. ഗ്രാമ്പു ആഡ് ചെയ്യാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ ആഡ് ചെയ്യാം. എന്ത് ആഡ് ചെയ്താലും ഇതിനെ ഇതുപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിച്ചേക്കുക. നല്ലൊരു ലഞ്ചോ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ ഇതൊരു ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണ്. ഇത് വെയിറ്റ് റിഡക്ഷന് നല്ലപോലെ സഹായിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ കാലറി ഭയങ്കര കുറവാണ്, ഇതിലൊത്തിരി ന്യൂട്രീഷനുണ്ട്, ഒത്തിരി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കാലറി കുറഞ്ഞ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കും എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാം. നമുക്ക് ഉപ്പുമാ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒത്തിരി നല്ല ഭക്ഷണമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യുക. കാരണം ഹെൽത്താണ് മോർ ഇമ്പോർട്ടൻറ്റ്. എന്നും നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കണം, അല്ലെങ്കിൽ എന്നും നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണം, എന്നും മീൻ വറുത്തതും മീൻ കറിയും കൂട്ടിയേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ തുടങ്ങിയ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടീഷനിലോട്ട് വന്നാൽ ട്യൂബിലായിരിക്കും നമുക്ക് ഭക്ഷണം തരുന്നത്, ട്യൂബിൽ. അപ്പം നമുക്ക് സാമ്പാറും ചോറും വേണം, മീൻകറിയും മീൻ വറുത്തതും വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റേജിലോട്ട് എത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കാം നമുക്ക്.
അപകടം വരില്ല, പെട്ടെന്ന് മരിച്ചു പോവില്ല എന്നൊന്നുമല്ല. ഇരിക്കുന്ന കാലത്തോളം ഹെൽത്തി ആയിരിക്കാം, വേദനകളില്ലാതെ ജീവിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് നിങ്ങളിലോട്ടും അത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരണ്ടേ? അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കമൻറ്റ് ഇടൂ കേട്ടോ. താങ്ക് യു. എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ. എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കും. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എടുത്ത് എൻ്റെ വഴക്കൊക്കെ കേട്ട് ക്ലാസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ഞാൻ തന്നെ മോണിറ്റർ ചെയ്ത്, ഞാൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറ്റ് സജസ്റ്റ് ചെയ്ത് കൂടെ ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ. ലവ് യു. താങ്ക് യു.